ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അവർ ചാനൽ സുമി ബ്രോസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ പിസ്സയൊക്കെ ഉണ്ടാക്കിയോ? എന്നോട് ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിരുന്നല്ലോ. ചീസിൻ്റെ വീഡിയോ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആരൊക്കെ അതൊക്കെ ട്രൈ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിസ്സയിലേക്കുള്ള ഹോം മെയ്ഡ് ഒറിഗാനോ റെസിപ്പി ആയിട്ടാണ്. ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഷോപ്പിലൊക്കെ ഒറിഗാനോയ്ക്ക് നല്ല റേറ്റാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പലരും പല രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് കപ്സ, ബിരിയാണി, അതിലേക്ക് അറേബ്യൻ റെസിപ്പിയിലേക്കെല്ലാം ഈ ഒറിഗാനോൻ്റെ ഫ്ലേവർ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ കപ്സ, മന്തി അതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിലേക്കെല്ലാം ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്താൽ മറ്റു വീഡിയോക്ക് തന്ന പോലെ സപ്പോർട്ട് ഇതിന് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ. ഇതാണ് നമ്മുടെ ഒറിഗാനോയിലെ ഹോം മെയ്ഡ് ഒറിഗാനോയിലെ സീക്രട്ട് ലീഫ്. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്കൽ, അങ്ങനെ പല ഐറ്റംസിലാണ് ഇതിൻ്റെ പേരുകൾ. പല നാട്ടിൽ പല പേരുകൾ എന്നാണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ പനിക്കൂർക്ക എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്കെല്ലാം വയറിനെല്ലാം എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ഒരു ഔഷധം തന്നെയാണ് ഇത്. ഇതിനെല്ലാം എൻ്റെ മക്കൾക്കെല്ലാം ഞാനിത് ചെറുപ്രായത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടെല്ലാം പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വയറിന് അസുഖം ഉണ്ടെങ്കിൽ ചെറിയ മക്കളുള്ള വീട്ടിൽ ഇതിൻ്റെ ഒരു മരം നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി നടക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഈ ലീഫ് എടുത്തിട്ട് ഇതിന് ഒരു പുഴു ഉണ്ടാവും, ഒരു ചെറിയ, നമുക്ക് കണ്ടാൽ അറിയില്ല, അങ്ങനെ ഒരു കളറിലൊരു വെള്ള നിറത്തിലും ഒരു കറുപ്പ് നിറത്തിലൊക്കെ ആയിട്ട് ചെറിയൊരു കുറുമ്പിനെ പോലെ ഒരു ചെറിയ പുഴുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഒറിഗാനോ എന്നൊക്കെ ആവില്ലേ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ മനസ്സിൽ. അതൊക്കെ നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് അടിപൊളി ഒറിഗാനോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രം പോരാ, നമ്മുടെയൊക്കെ പറമ്പിൽ നമ്മൾ എടുത്ത് വെക്കുന്ന കൃഷ്ണ തുളസിയിലും കൂടെ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ആ വെള്ള നിറമില്ലാത്ത കൃഷ്ണ തുളസിയിലെ ഒരു കമ്പെല്ലാം കാപ്പി ആയിട്ടുള്ള അതാണ് കേട്ടോ ഇതിലേക്ക് ബെസ്റ്റായിട്ട് എടുക്കുന്നത്. അതിൻ്റെ പൂവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇതും അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം ഉലർത്തിയിട്ട് നമുക്ക് പിസ്സ ചീസൊക്കെ നിങ്ങൾ പരീക്ഷിച്ചോ? അതിൻ്റെ ഫീഡ്ബാക്കൊന്നും ആരുടെയും കണ്ടില്ലല്ലോ. 6-7 പേര് എന്നോട് ചോദിച്ചിരുന്നു അതിൻ്റെ റെസിപ്പി എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഫീഡ്ബാക്കൊന്നും കണ്ടില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോഴല്ലേ നമുക്കിനിയും കൂടുതൽ അപ്ലോഡുകളും കൂടുതൽ കാര്യങ്ങളും ഉൾക്കൊള്ളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഈ ലീഫെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കൂടുതൽ വറുക്കണ്ട. ചിലരൊക്കെ ഇത് ഫ്രൈ പാനിലിട്ടിട്ട് തന്നെ ഇരുന്ന് അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ അതിന് വേണ്ടി കണ്ടെത്തണം. അപ്പോൾ അതിലും നല്ലത് ഞാനൊന്ന് ഇതിൻ്റെ നമ്മൾ കൂടുതൽ വറുക്കുമ്പോൾ ഇതിൻ്റെ ഒറിഗാനോയുടെ ഒരു കറക്റ്റ് കളറും കിട്ടില്ല, അതൊരു ബ്ലാക്ക് ആയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഒറിഗാനോയുടെ അതേ കളറ് കിട്ടുന്നുണ്ട്. ഇതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അന്ന് ഞാൻ അതിലേക്ക് ദർജാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുപോലെ ഇതേക്ക് ഒരു ഫ്ലേവറുള്ള ഒരു ഇല കൂടി ഉണ്ട്, അതും ആഡ് ചെയ്തു. പിന്നെ വെളുത്തുള്ളി ഉണക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറൊരു ടേസ്റ്റിലും. അപ്പോൾ പിന്നെ ദർജാൻ ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടും ഒരു തവണ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ ആ വെളുത്തുള്ളി ഇതിലേക്കൊരു പിസ്സയിലേക്ക് വലിയൊരു ലുക്ക് കൊടുക്കുന്നില്ല. നമ്മൾ പിസ്സ
സോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടാൽ മതി. ഒറിഗാനോയിലേക്ക് വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മാർക്കറ്റിലെല്ലാം നല്ല റേറ്റാണ് ഒറിഗാനോയ്ക്ക്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ഒഴിവാക്കി വിടുന്ന ഇതിൽ നിന്നും കിട്ടുമ്പോൾ അതൊരു, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതൊരു രസമാണല്ലോ അല്ലേ. എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളിതുപോലെ ചെയ്ത് നോക്ക്, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറ. ഇത് നമുക്ക് അറേബ്യൻ വിഭവങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ്. മന്തിയിലേക്കെല്ലാം ഒരുപാട് ഇടണ്ട, എന്നാലും ഒരു ഇത്തിരി ഒന്ന് നമ്മൾ ദമ്മിടുമ്പോൾ ടൈമിൽ ഒരിത്തിരി പാർപ്പിച്ച് കൊടുത്താൽ, അതുപോലെ നമ്മുടെ ഗ്രേവി, ഗാർലിക് ചിക്കൻ, അതിലേക്കെല്ലാം നല്ല ലുക്കാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ വെയിലത്ത് വെക്കാൻ പോവാണ്. ഒരു 2 മണിക്കൂർ, നല്ല വെയിലാണെങ്കിൽ 1 മണിക്കൂർ തന്നെ മതി. വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കാം. ഇതിൻ്റെ ഈ ഗ്രീൻ കളർ ഒഴിവാകാതെ ശ്രദ്ധിക്കുക, അതിനു മുമ്പ് നമ്മൾ എടുക്കണം. ഗ്രീൻ കളറും ഉണ്ട്, ഉണങ്ങിയിട്ടും കേട്ടോ. ഇനി ഞാനിത് നല്ല വെള്ളമൊക്കെ വറ്റി ഒരു മിക്സിൻ്റെ ഇതിലിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവണ്ട. ഇതാ പെർഫെക്റ്റ്, നല്ല ലുക്കും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിഗാനോയുടെ ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ഒറിഗാനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ട്രൈ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നിങ്ങൾ ഇതും കൂടെ ചേർത്തിട്ട്, അപ്പോൾ പിസ്സയുടെ ചീസായി, പിസ്സയായി, ഒറിഗാനോ ആയി. ഇനി എന്തായാലും എല്ലാവരും പിസ്സ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.